എന്തിന്റെ ഉദ്ഘാടനം അമ്മേ? ഇത് പാർട്ടി ഓഫീസ്, പിന്നെ അംഗൻവാടി അല്ല ഈ ഗ്രാമസഭ അങ്ങനെയൊക്കെ ഉള്ള ഒരു. ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? നമ്മളെ മുമ്പർ വിജയൻ. ആരാ? മുമ്പർ വിജയൻ. ഈ പരിപാടിയുടെ സംഘാടകയാണോ? അല്ല, പിന്നെ സംഘടിപ്പിക്കുന്ന ഇത്രയും ചെയ്തപ്പോ സംഘാടകയായി? അങ്ങനെയൊന്നുമില്ല, നമ്മളെ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോണതുകൊണ്ട് അങ്ങനെ ആണല്ലേ. ഇഷ്ടപ്പെട്ട നേതാവാണോ? നേതാവാണ് നമ്മളെ വിജയൻ മുമ്പർ തന്നെ. നല്ലതല്ലേ. സ്വന്തം മെമ്പറെ പറ്റിയാണ് ഇവർ വാചാലരാകുന്നത്. പേരിനൊപ്പം നാടിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ഒപ്പം അവിടുത്തെ മനുഷ്യരെയും. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നാളെ മുറിക്കുകയാണ്. ഓക്കെ. മരങ്ങൾക്കിടയിൽ തുടങ്ങി മനുഷ്യർക്കിടയിലേക്ക് പടരുന്ന പൊതുപ്രവർത്തനമാണിവിടെ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ അറിയാമല്ലോ, റബ്ബർ തോട്ടത്തിനകത്ത് കയറി ഒരു 5 കാലാവസ്ഥ മാറി വരുമ്പോഴത്തേക്കും 3 മണിയൊക്കെ ആകും, 3-3:30, 4 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവൻ പൊതുപ്രവർത്തനമാണ്. പിന്നെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ രാത്രിയാണ് ഞാൻ വീട്ടിൽ എത്തുന്നത്. മേമല വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വിജയൻ നിലവിൽ വിതുര ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിജയ മെമ്പർ മറ്റൊരു വാർഡിൽ നിന്ന് മത്സരിക്കുന്നതിന്റെ സങ്കടത്തിലാണ് ചിലർ. നമുക്കൊരു വിഷമം, 5 വർഷം ഞങ്ങളെ കൂടെ നിന്നതല്ലേ, അപ്പം നമ്മളെ വിട്ട് പിരിയല്ലേ, അതുകൊണ്ടുള്ള വിഷമേ ഉള്ളൂ. എന്നാലും ആവശ്യത്തിന് ഓടിച്ചെല്ലാം മുമ്പ് എപ്പോഴായാലും ഞങ്ങളെ കൂടെ വരും. യാത്ര പറയാൻ വന്നതല്ല, ഞാൻ ഒരിക്കലും യാത്ര പറഞ്ഞു വിടാൻ പറ്റുമല്ലേ. തൊഴിലെടുക്കുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന തള്ളച്ചിറ വാർഡിലേക്കുള്ള മാറ്റം അവിടുത്തുകാർക്ക് ആവേശമാവുകയാണ്. പുള്ളിക്കാരൻ നല്ലൊരു ആളാണ്, വന്നു കഴിഞ്ഞാൽ വികസനം ഉണ്ടാവും. വിശ്വാസമാണ്. ഇതാണ്ട് ഈ റോഡിന്റെ പണി തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് കിടന്നതാണ്. പുള്ളിക്കാരനാണ് അത് ശരിയായി തന്നെ. ഈ വാർഡിൽ മെമ്പർ അല്ല എങ്കിലും കുറേ കാലം പോലെയാണ് ഇവിടെ എസ്റ്റേറ്റിൽ പണിയാണ്. നല്ലൊരു വ്യക്തിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് വളരെ ഇഷ്ടമുണ്ട്. ജനാധിപത്യത്തിന്റെ അടിത്തട്ടിൽ ആളുകളെ അടുപ്പിച്ചു നിർത്തുന്ന സാന്നിധ്യമാണ് ഇവർക്കിവിടെ വിജയണ്ണൻ. പുതിയൊരു ശീലം മെമ്പർ തുടങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുതിയൊരു ശീലം തുടങ്ങിയായിരുന്നു, പാട്ടൊക്കെ പാടും ഇപ്പം. എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മിഴികൾ തുറന്നു. എന്താ നിങ്ങളെല്ലാം സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ആ ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. ശ്യാമിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.